ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ ആയി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാണ് കേട്ടോ, ഒരു ലോങ് വീഡിയോ. കാരണം എൻ്റെ ദിനചര്യകൾ മൊത്തം താളം തെറ്റി കിടക്കുകയായിരുന്നു കേട്ടോ. അസുഖങ്ങളും പല കാരണങ്ങളെ കൊണ്ടും എല്ലാം തെറ്റി. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ എൻ്റെ പഴയ ചിട്ടകളും രീതികളും ഞാൻ തിരിച്ചു കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു, 5 മണിക്ക് എണീറ്റത് ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച ശേഷം അരി അടുപ്പത്തിട്ട് അത് റൈസ് കുക്കറിലേക്ക് വാങ്ങി വെച്ച ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. കാരണം എനിക്ക് അത്രയും രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് പുറത്തേക്ക് പോകാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 6-6:45 ആകുമ്പോഴേക്ക് ഞാൻ 5:45 ആകുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, കുളിമുറിയിൽ പോയി. പുറത്താണല്ലോ കുളിമുറി, അപ്പോൾ അവിടെ പോയി കുളിച്ച് വന്നിട്ട് ഇന്ന് പുട്ടും ചെറുപയറും കായും കൂടെ കൂട്ടാനുമാണ് കേട്ടോ രാവിലെ. അപ്പം മോൻ ഇന്ന് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്നില്ല, അവന് പ്ലേറ്റ് കൊടുത്തിട്ടാൽ മതി, സാമ്പാർ ആയതുകൊണ്ട് അവന് സ്കൂളിൽ നിന്ന് കഴിച്ചോളും. അപ്പോൾ രാവിലത്തേക്കുള്ള പുട്ടിനുള്ള ചെറുപയറും കായും കൂടെ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് പച്ചമുളകും, കായാണ് ഞാൻ കഴുകി, കായ നുറുക്കിയൊക്കെ വെച്ചിട്ടാണല്ലോ പോയത്, അപ്പോൾ കായ കഴുകി ആ ചെറുപയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പച്ചമുളകും അരിഞ്ഞ് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ ദിനചര്യകളിൽ ആകെ ഒരു മാറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒക്കെ മാറ്റണം, തിരിച്ച് എനിക്ക് പഴയതുപോലെ ആവണം എന്നുള്ളൊരാഗ്രഹം. കാരണം എനിക്ക് ഈ എൻ്റെ ചര്യകളൊക്കെ മാറിയപ്പോൾ എനിക്കൊരു സുഖമില്ലാത്ത പോലെ മൊത്തം ഒരു മൂഡ് ഔട്ടായി. കാരണം ഒന്നും ഒരു വൃത്തിയില്ലാന്നോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് അതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് വന്നാലും ഇനി എൻ്റെ പഴയ ചിട്ടകൾ തന്നെ വേണം എന്നുള്ള രീതിയിൽ ഞാനതെല്ലാം തിരിച്ചു പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ അതിനൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് തുടങ്ങി. എത്ര ദിവസം പറ്റില്ല, എത്ര ദിവസം പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ ഇതെല്ലാം മാറും, വീണ്ടും പഴയപടിയാവും. എങ്കിലും പണ്ടൊക്കെ ഞാൻ എന്തായാലും രാവിലെ കുളിച്ചിട്ടേ അടുക്കളയിൽ കയറലുണ്ടായിരുന്നുള്ളൂ കേട്ടോ, വിളക്ക് കൊളുത്തിയ ശേഷം. ഇപ്പം കുറേ ആയി അതെല്ലാം, എല്ലാത്തിനും ഒരു മാറ്റം വന്നു. പിന്നെ എനിക്കും 10 മണിയാകുമ്പോഴേക്ക് പോകണം, ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്, മോഹനേട്ടന് പോകണം, മോന് വേണം. അപ്പോൾ 3 ആൾക്കും പോകണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് പഴയ പോലെ പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, ജിമ്മിന് പോകുന്ന സമയത്ത് ഈ പണിയൊക്കെ കഴിഞ്ഞ് പോവും, അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ചിട്ട. അതൊക്കെ മാറിയിട്ടോ. അപ്പം ഇത് കുറച്ച് വെളിച്ചമായ ശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ആട്ടോ, വിൻകൂട്ടൻ എണീറ്റ് വരുന്നതാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ചെറുപയറും കായും കൂടെ അപ്പുറത്തുനിന്ന് വേവുന്ന സമയം കൊണ്ട് ഉപ്പേരി, പിന്നെ നമ്മുടെ കോവക്ക നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു മെഴുക്കുപുരട്ടി പോലെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതും അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ പണിയൊക്കെ വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10 മണിയാകുമ്പോഴേക്കും നമുക്ക് പോവാമല്ലോ, ആ ഒരു കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കൊണ്ട് തന്നെ കഷ്ണമൊക്കെ നുറുക്കി വെക്കാനും എല്ലാ കാര്യങ്ങളും നടത്താനും പറ്റി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, കഷ്ണം അടുപ്പത്തേക്ക് ഇടുകയാണ് കേട്ടോ. ഇപ്പം വെളിച്ചമായിട്ടില്ല, വെളിച്ചം ഞാൻ ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ല പുറത്തെ. അപ്പോൾ എന്തായാലും ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ, കുറച്ച് അത്രയേ സമയമായിട്ടുള്ളൂ. അപ്പോൾ ഉപ്പേരീൻ്റെ ഏകദേശം ആയി വെച്ചാൽ ഞാൻ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിലൊക്കെയാണ് കേട്ടോ ഇട്ടത്. പിന്നെ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ മുരിഞ്ഞ് ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതും അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. മടി നമ്മളെ വല്ലാതെ കുഴക്കും. എനിക്ക് അതേപോലെ ക്ഷീണം കൊണ്ടുള്ള മടിയായിരുന്നു കേട്ടോ. അസുഖങ്ങളൊക്കെ വന്ന് ഒരു ക്ഷീണം വന്നിട്ടാണ് എനിക്ക് ഈ മടി വന്നത്. ഈ മടി വന്നാൽ തന്നെ നമ്മളെ കാര്യം ഒക്കെ ഒരു ഒക്കെ താറുമാറാവും. എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ മടി പിടിച്ച് അലസത പിടിച്ചിരിക്കുന്നത്. പക്ഷേ എന്തോ വയ്യായ്ക കൊണ്ടായിരിക്കും, നമ്മളെ ശരീരത്തിന് വയ്യായ്ക വരുമ്പോൾ നമ്മൾ അങ്ങനെ ആവുമല്ലോ അല്ലേ, തീരെ ഒരു വയ്യാത്ത മാതിരി തന്നെ ആവുമല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ആയിപ്പോയത്. കുറേ ദിവസങ്ങളായിട്ട് ഒരു ലൈവ് ഇടാറില്ല, ഞാനൊരു വീഡിയോ ഇടാറില്ല, ഒന്നും ചെയ്യാറില്ല കേട്ടോ. നല്ല മധുരമുള്ള തേങ്ങാവെള്ളമായിരുന്നു കേട്ടോ അത് ഞാൻ പൊട്ടിച്ചത്. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, മോനേട്ടനും പല്ല് വെച്ച് എക്സസൈസൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ മോനേട്ടനുള്ള ചായ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. വിൻകുട്ടനും പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിൻകുട്ടൻ പല്ല് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, അവൻ പല്ല് തേക്കിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് വന്നു, അവനെ കുറച്ച് എക്സസൈസ് പറഞ്ഞു കൊടുക്കുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ എക്സസൈസ് പറഞ്ഞുതരാം, കുഞ്ഞു കുമ്പയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സസൈസ് ഇടാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ തേങ്ങ ചിരവുന്നതിനിടയിൽ ഉപ്പേരിയൊക്കെ ഞാൻ വെച്ച് പാത്രം മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാനായി, നമ്മുടെ ചെറുപയറും കായും കൂടെ ഉള്ളതൊക്കെ നല്ലോണം ഇതായി വന്നു കേട്ടോ, വെന്ത് വന്നു. അപ്പോഴേക്ക് അരച്ച് കലക്കി ചേർക്കുകയാണ്, തേങ്ങയും ഉള്ളിയും കൂടിയാണ് കേട്ടോ അരച്ച് കലക്കുന്നത്. അതിനിടയിൽ വിനിക്കുട്ടന് ഞാൻ എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ അരി വെന്തു. അപ്പം ഞാൻ ചോറ് വെന്തു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വാർത്ത് വെക്കുകയാണേ. ഇപ്പം ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, വെളിച്ചം വന്നു പറഞ്ഞിട്ട് കാര്യമില്ല, 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ.
അപ്പോൾ ഞാൻ മീൻകൂട്ടൻ ഇങ്ങനെ എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ കൂട്ടാനൊക്കെ മാറ്റി വെച്ചിട്ട് രാവിലത്തെ കൂട്ടാനൊക്കെ കുക്കർ പാത്രം ഒക്കെ മാറ്റി വെച്ച ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിൽ പരിപ്പടുപ്പത്ത് വെച്ചു. അരി വാർത്തത് ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ പുട്ടിന് കുഴക്കുകയാണ് കേട്ടോ. മീൻകുട്ടനും മോനേട്ടനും അരിപ്പുട്ടും, എനിക്ക് ഗോതമ്പ് പുട്ടുമാണ് കേട്ടോ. അപ്പോൾ പുട്ട് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. വൈകുന്നേരം മീൻകുട്ടൻ വരുമ്പം പുട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ പുട്ട് കുറച്ചധികം കുഴച്ചിട്ടുണ്ട് കേട്ടോ, രാവിലത്തേക്കും ഇതിനും കൂടെ. അപ്പം തീരെ വെള്ളമില്ല, ടാങ്കിൽ തീരെ വെള്ളമില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ടൊന്ന് മോട്ടർ അടിച്ച് വന്നു കേട്ടോ. മോനേട്ടനാണെങ്കിൽ കുളിക്കാൻ പോയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, രജനിയെന്ന്. അപ്പോൾ ഞാൻ വേഗം മോട്ടർ ഇട്ട് വന്നു. അപ്പോഴേക്ക് നമ്മുടെ പുട്ടിനുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് പുട്ട് ഫസ്റ്റ് ട്രിപ്പ് പുട്ട് ഞാൻ എന്താണ് അടുപ്പിലേക്ക് നമ്മുടെ ഗ്യാസിൽ വെക്കുകയാണ് കേട്ടോ. പുട്ട് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോഴേക്ക് ഇനി മോനേട്ടൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം മീൻകുട്ടൻ കുളിക്കാൻ പോകും. മീൻകുട്ടനാണെങ്കിൽ ചുമയും അത്യാവശ്യം ഒരു ജലദോഷവും ഒക്കെ കാണുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു കുളിച്ചോന്ന്. അങ്ങനെ എന്താണ് പാത്രമൊക്കെ കഴുകാണ് കേട്ടോ. അതുവരെയുള്ള പാത്രങ്ങൾ, നമ്മൾ ഉപ്പേരി വെച്ച പാത്രം, ചായ വെച്ച പാത്രം, ചായ കുടിച്ച പാത്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് അവിടെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കഴുകി വെച്ച ഓരോരോ പണികൾ കഴിയുമല്ലോ. അപ്പോൾ സമയം നോക്കുന്നുണ്ട്, കാരണം 9:45 എനിക്ക് പോകണം. 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി, അത്രേ ദൂരമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, വിനിക്കുട്ടന് വെള്ളം പ്ലേറ്റ് ഞാൻ ആദ്യം കൊണ്ടുവച്ചിട്ടുള്ളൂ. ചോറ് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവന് കഴിക്കാനുള്ള പ്ലേറ്റ് ഞാൻ ആദ്യം കഴുകി കൊണ്ടുവച്ചു. പിന്നെ നമ്മുടെ ചുക്കുവെള്ളമാക്കണം. അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളം കൊണ്ട് തന്നെ ആ പാത്രം ഒന്ന് നമ്മുടെ ബോട്ടിലൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. കാരണം ഒരു സംശയമാണ് എനിക്ക്, അങ്ങനെയൊക്കെ അടച്ചു വെക്കുമ്പോൾ എന്തെങ്കിലും വയ്യാണ്ടായാലോ എന്തെങ്കിലും ഇത് വന്നാലോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളത്തിലൊക്കെ തന്നെ കഴുകുന്നത് കേട്ടോ. നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സംശയമായിരിക്കില്ലേ. അവനെന്തെങ്കിലും കൊടുക്കുന്നതന്നെ ഞാൻ 100 പ്രാവശ്യം ഞാനൊന്ന് കഴിച്ചു നോക്കും. കാരണം എന്താ പറയുക, എനിക്ക് പേടിയാണ് എന്തെങ്കിലും ആയാലോ. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ ഞാൻ കഴിച്ചു നോക്കും, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ, എന്തെങ്കിലും ആർക്കെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ള പേടിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത്. എനിക്കുള്ള വെള്ളം അതും റെഡിയാക്കി വെച്ചു. ഒക്കെ എടുത്ത് വെച്ചാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുകളില്ലല്ലോ. അപ്പോഴേക്കും എന്തായി, നമ്മുടെ ആദ്യത്തെ പുട്ട് ആവി വന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാണ്, പിന്നെ ഇതിലേക്ക് വാങ്ങി വെക്കാം. പിന്നെ അപ്പോഴേക്കും എന്ത് ചെയ്തു, ഒരു അടുപ്പിൽ ആ പരിപ്പ് വന്നപ്പോൾ അതിലേക്ക് മത്തനും പരിപ്പും കൂടിയാണ് കൂട്ടാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മത്തനും അതിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അതും വേവിക്കാൻ വെച്ചു കേട്ടോ. അത് അവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ പുട്ട് ഇതാ ആക്കുകയാണ്. അപ്പോഴേക്ക് വിൻകുട്ടൻ കുളിക്കാൻ പോകാൻ വന്നതിനിടയിൽ ആ പുട്ട് കുത്താൻ വന്നതാണ് കേട്ടോ. പിന്നെ അവിടെ അതാ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. മോനേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നോക്കി നിൽക്കുക. പിന്നെ അവനോട് ഞാൻ പറഞ്ഞു ഷർട്ട് ഇടാണ്, നിൽക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ വാതിലടച്ചിട്ട് പോയി. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് പുട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച ശേഷം എനിക്കുള്ള പുട്ടിനുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പുട്ടുമായി. അപ്പോഴേക്കും നമ്മുടെ കൂട്ടാനായി കഴിഞ്ഞാൽ ആ പുട്ട് കുത്തിയിടുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. ഇതിപ്പോൾ എനിക്കുള്ള പുട്ടിനാണ് കേട്ടോ, ഞാൻ ഗോതമ്പ് പുട്ട്. പിന്നെ അപ്പോഴേക്കെ കൂട്ടാനൊക്കെ വെന്തു കേട്ടോ, മത്തനും പരിപ്പൊക്കെ വെന്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ജീരകവും ഉള്ളിയും തേങ്ങയും കൂടെയാണ് കേട്ടോ അരച്ച് ചേർക്കുന്നത്. ഇന്ന് കൂട്ടാൻ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഓരോ ദിവസവും ഓരോ മോഡൽ, ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞാൻ എന്ത് ചെയ്തു, പാത്രം മാറ്റി വെച്ച ശേഷം അതിന് വറവിടാനുള്ള ഒരുക്കം ചെയ്യാണ് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ സെറ്റായി. പുട്ടൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. കണ്ടില്ലേ, കൂട്ടാനും വറവും കൂടെ ഇട്ടാൽ കൂട്ടാനും റെഡിയായി. കടുകും ഞാൻ ഒന്നും ഇട്ടില്ല കേട്ടോ, കടുകും വെളിച്ചെണ്ണയും മാത്രമേ ഉള്ളൂ. പിന്നെ ആ പാത്രങ്ങളൊക്കെ മാറ്റി എല്ലാം ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. എനിക്കുള്ള പുട്ടാണ് കേട്ടോ ഞാൻ ആക്കുന്നത്, ഗോതമ്പ് പുട്ട്. അത് അവരെ കൂട്ടത്തിലിട്ടില്ല, ഞാൻ വേറെ തന്നെ ഇട്ടു കേട്ടോ. എനിക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ, കാരണം ജിമ്മിന് പോകുന്നതല്ലേ, വിശക്കുമല്ലോ, ക്ഷീണം വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം കഴുകി അവിടെയൊക്കെ തുടച്ചു, സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോഴേക്കും മോൻ എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിഫോം ഒക്കെ ഇട്ട് വന്നിട്ട് അപ്പോൾ അവൻ്റെ കണ്ണട ഒന്ന് കഴുകി കൊടുക്കുകയും ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്ന് വെള്ളമാക്കി കൊടുത്തതാണ്. അപ്പോൾ പിന്നെ അവനത് തുടച്ച് കണ്ണിലേക്ക് ഇടാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞാൻ വിൻകുട്ടനുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. വിൻകുട്ടന് പുട്ടും കറി എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ മോനേട്ടനും എടുത്ത് കൊടുക്കുന്നുണ്ട്. മോനേട്ടൻ അതിനിടയിൽ എനിക്ക് അടിച്ചു വാരി തരാണ്, കാരണം രണ്ടാൾക്കും പോകുമ്പോൾ എന്താണ് ഒന്നും നടക്കില്ല. അപ്പോൾ മോനേട്ടൻ വേഗം എനിക്ക് അടിച്ചു വാരി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ മോനേട്ടൻ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേക്ക് ഞാനും മോനേട്ടനും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ 3 ആളൂടെ തന്നെയാണ് കഴിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ചു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. എല്ലാ പാത്രങ്ങളും കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു. ഇന്ന് അലക്കാനുള്ളതൊക്കെ മിഷ്യനിലാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അതെല്ലാം അവിടെ എന്തായിട്ടുണ്ട്, അലക്കി കഴിഞ്ഞ് ഉണങ്ങി അവിടെ വന്നിട്ടുണ്ട്. ഇനി വിരിച്ചിടണം, എല്ലാം വിരിച്ചിടണം. അപ്പോൾ ഒക്കെ എന്ത് ചെയ്തു, എല്ലാം ഞാൻ എന്ത് ചെയ്തു, തോരട്ടോ കേട്ടോ. അതും കഴിഞ്ഞ് അടുക്കളയും ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ആറിടാൻ പോയത്. പിന്നെ തിരിച്ച് വന്നപ്പോഴേക്കും എൻ്റെ അടുക്കളയൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി, അകവും പോലെ മോനേട്ട അടിച്ചു വരുത്തുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം നിലമൊക്കെ തുടച്ചു, എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ, ഒക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ കൊണ്ടുപോകുന്നതാണ് വെള്ളം, എനിക്ക് അവിടെ നിന്ന് ഇടാനുള്ള ഡ്രസ്സ്, ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ബാഗിൽ. അത് കഴിഞ്ഞ് പുറപ്പെട്ടു കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞുകൊണ്ട് വലിയൊരു സന്തോഷം കണ്ടില്ലേ, എനിക്ക് സന്തോഷം വന്നത്. ഇതാണ് ഞാൻ പോകുന്ന ആർമർ. ഇവിടെയാണ് എൻ്റെ ഫിറ്റ്നസ്, അതായത് ജിം കേട്ടോ. ഞാൻ എല്ലാം ഒന്നും എടുത്തില്ല, അവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാരൊക്കെ. അപ്പോൾ അതെടുത്ത് അവർക്ക് ഇഷ്ടമാവുമെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഇനി ഇതാണ് എൻ്റെ ട്രെയിനർ താഹിറ കേട്ടോ. ഇവരാണ് എൻ്റെ ട്രെയിനർ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് 12 മണിയാകുമ്പോൾ നട്ട വെയിലാണ് കേട്ടോ, കുടയൊക്കെ ചൂടിയിട്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം പോയി അപ്പത്തെ കലക്കിയിട്ട് കുളിച്ച് വന്ന് ചുക്കുവെള്ളം വെച്ചു കേട്ടോ. ചുക്കുവെള്ളമൊക്കെ കുളിച്ച് വന്ന് അത് കഴിഞ്ഞ് ഊണും ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരുന്നു കേട്ടോ. മോഹനേട്ടൻ പോകുന്നത് നോക്കിയിരിക്കുകയാണേ മോനേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിന് പോയിട്ടൊരു 3:30 വരെ ലൈവ്, 3:20 വരെ ലൈവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീൻകൂട്ടൻ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം വീൻകൂട്ടന് പുട്ട് മതിയെന്ന്. അപ്പോൾ പുട്ട് മതിയായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, പപ്പടം കാച്ചുകയാണ്. പോപ്കോണും വറുക്കുന്നുണ്ട് കേട്ടോ, അവന് പോപ്കോൺ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പോപ്കോണും വറുത്ത് വെക്കാം, പുട്ടും പപ്പടവും ഉണ്ടെങ്കിൽ ഇന്നേക്ക് ആയല്ലോ. അപ്പം ഞാൻ അത് രണ്ടുമാണ് കേട്ടോ ചെയ്യുന്നത്. പോപ്കോൺ ആണ് കേട്ടോ വറുക്കുന്നത്, വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് വറുക്കുന്നത്. പിന്നെ കുറച്ച് ഒച്ച പുറത്തുനിന്ന് വരുന്നുണ്ടാവും കേട്ടോ. മോനെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒച്ച ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവേ, ഒന്നും തോന്നരുത്. അപ്പോൾ പപ്പടം കാച്ചി വെച്ചു, അപ്പുറത്തുനിന്ന് പോപ്കോണും റെഡി ആയിട്ടോ. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ വീൻകൂട്ടൻ ഇത് കഴിഞ്ഞ് ഞാൻ വീൻകൂട്ടൻ അവിടെ പോയി കൂട്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കപ്പ മോൻ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ കപ്പ വൈകുന്നേരം പുഴുക്കായി, മോനോട്ടം വരുമ്പോഴേക്ക് ചായക്ക് ഒരു പുഴുക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ട് കപ്പ നുറുക്കി വെക്കുക. അപ്പോൾ വീനിക്കുട്ടൻ എന്നോട് പറഞ്ഞു, അമ്മ പുട്ടൊന്ന് സെറ്റാക്കി തരും. അപ്പോൾ ഞാൻ കുറച്ച് പപ്പടവും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം കുഴച്ച് കണ്ടില്ലേ. ഞാൻ അവൻ എന്ത് കൊടുക്കുമ്പോൾ ഞാനൊന്ന് തിന്ന് നോക്കൂട്ടോ, അതെന്താണെന്നറിയില്ല. പിന്നെ അവൻ ആ തോർത്ത് കൊടുത്ത് ഇങ്ങനെ കളിക്കുക കേട്ടോ. എന്നാൽ അത് ആറിടാൻ ഞാൻ കുറേ നേരമായി പറയുന്നത്, അത് അവൻ ചെയ്യൊന്നുമില്ല. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പോപ്കോണും പുട്ടും ഇതൊക്കെ കൂടെ അവന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ അത് ആറിടണം. അവൻ ഇങ്ങനെ കളിച്ച് കുറേ നേരമായി ഞാൻ പറഞ്ഞു, മോനെ ആറിടുന്ന്. അപ്പോൾ കുറച്ച് മടിയനാ. അപ്പോൾ അതും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡി ആയിട്ടോ. പിന്നെ അവൻ എൻ്റെ അടുത്ത് ഞാൻ കപ്പ നുറുക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് സ്കൂളിലെ വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയോണ്ട് എങ്ങനെയൊക്കെയോ ആണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. കറക്റ്റാവുന്നൊന്നും ഉണ്ടാവില്ല. കണ്ടില്ല, ആ തോർത്ത് അവൻ എനിക്ക് തന്നു കേട്ടോ. പിന്നെ അവൻ അവിടെ ഇരുന്നിട്ട് കഴിച്ചു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അവൻ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, കപ്പയൊക്കെ നുറുക്കി ഇനി അടുപ്പത്തേക്ക് വെക്കണം. അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെ ഫുഡ് കഴിക്കുക, കപ്പ തന്നെ കഴിക്കുക, കപ്പ കഴിക്കണം തോന്നി. കപ്പ പുഴുക്കായിട്ടാണ് കേട്ടോ വെച്ചത്. വെറുതെ പച്ചമുളകും തേങ്ങയും നമ്മുടെ പിന്നെ ഉള്ളിയൊക്കെ കൂടെ ചതച്ചിട്ടിട്ടാണ് വെച്ചത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വെച്ചത്. അപ്പം എന്തായി, കപ്പ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. കപ്പ മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതിയല്ലോ. അപ്പം അങ്ങനെയാണ് വെക്കുന്നത്. അപ്പം അതും അവിടുന്ന് ആവട്ടെ. പിന്നെ ഞാൻ ഉപ്മാവിനുള്ളതൊക്കെ നുറുക്കി വെച്ചു കേട്ടോ, ക്യാരറ്റും ഉള്ളി. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു അമ്പലത്തിൽ ഉത്സവമാണ്, അപ്പം അതിന് പോകണം. അപ്പോൾ മോനോട്ട വന്നാൽ വേഗം റെഡി ആവാൻ പോവാന്നുള്ള രീതിയിലാണ് ഞാൻ വേഗം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടില്ല. മോനോട്ടം വരാൻ കുറച്ച് വൈകും ചെയ്തു. അപ്പം ഇനിയിപ്പോൾ പോകണ്ട, ക്ഷീണമാവുമെന്ന് പറഞ്ഞപ്പോൾ പോയില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ വേഗം ഉപ്മാവും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചത്. അപ്പം അതുകൊണ്ടാണ് തിരക്കിട്ടിട്ട് വൈകുന്നേരത്തെ പണികളും കൂടെ വേഗം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്താൽ, അപ്പോൾ കപ്പ വെന്ത് വന്നപ്പം കപ്പയിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാന്നാണ് ഞങ്ങൾ പറയുക. ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് തേങ്ങയൊക്കെ ചതച്ചിട്ടു. പിന്നെ അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് കുത്തി ഉടച്ച് കുറച്ച് വെളിച്ചെണ്ണയും കരുവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് റെഡി. അങ്ങനെ നമ്മുടെ പൂളപ്പുഴുക്ക്, ടേസ്റ്റി പൂളപ്പുഴുക്ക് എന്ന് പറയും. എന്തൊരു ടേസ്റ്റ് അറിയാം, പക്ഷെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അവിടെ റെഡിയാക്കിയിട്ട് അങ്ങനെ വെച്ച് അവിടെ വെച്ചു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഇതൊക്കെ വേഗം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മോൻ്റെ കൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ അവിടെ പോയി നിന്നു. അവൻ റോട്ടിലേക്ക് പോയപ്പോഴേ നോക്കുമ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് വന്നു. അവൻ നായനെ എന്തോ കണ്ട് പേടിച്ചിട്ട് അവൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു.
അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. വൈകുന്നേരം 6:30 വിളക്ക് കൊളുത്തി, മോനേട്ടനൊക്കെ വന്ന് ഞങ്ങൾ ചായയൊക്കെ കഴിച്ച് വിളക്കൊക്കെ കൊളുത്തി. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കേ.